എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവാണ്. ഇത് പ്രധാനമായും യാത്രാവണ്ടികൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ രൂപകൽപ്പനയും യാത്രാവണ്ടികൾ വലിക്കുന്നതിലെ പങ്കും ശ്രദ്ധേയമാണ്. 1998 നും 2002 ഇടയിൽ DLW ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ആണ് ഇത് നിർമ്മിച്ചത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. WDP-2 ഒരു പാസഞ്ചർ ലോക്കോമോട്ടീവാണ് യാത്രാവണ്ടികൾ വലിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തത്. ഇതിന് 3100 കുതിരശക്തിയുള്ള എഞ്ചിനുണ്ട്. കൂടാതെ മണിക്കൂറിൽ 140 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. വാരണാസിയിലെ DLW ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ആണ് ഇത് നിർമ്മിച്ചത്. WDP-2ന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് WDP-3A. കാബിന്റെ രൂപകൽപ്പന പോലുള്ള ചില സവിശേഷതകൾ WDP-3Aയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക രൂപകൽപ്പന WDP-2ന്റെ ഒരു പ്രധാന സവിശേഷത ലോക്കോമോട്ടീവിന്റെ ഇരുവശത്തും ഡ്രൈവിംഗ് ക്യാബുകളുണ്ട് എന്നതാണ്. ഇത് ലോക്കോമോട്ടീവിനെ ഏത് ദിശയിലേക്കും പൂർണ്ണ വേഗതയിൽ ഓടിക്കാൻ സഹായിക്കുന്നു. ചില പതിപ്പുകൾക്ക് ഇന്ത്യൻ റെയിൽവേ പുഷ്പക് എന്ന വിളിപ്പേരും നൽകിയിട്ടുണ്ട്. ബോഗി WDP-2ൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലെക്സി കോയിൽ MK5 ബോഗിയാണ്. ഇത് മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ്. ഇന്ത്യൻ റെയിൽവേ WDP-2 ഇന്ത്യൻ റെയിൽവേയുടെ ഡീസൽ ലോക്കോമോട്ടീവ് നിരയുടെ ഒരു പ്രധാന ഭാഗമാണ്. യാത്രാഗതാഗതത്തിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. മറ്റ് ക്ലാസുകളുമായുള്ള ബന്ധം WDP-2ന് WDP-1, WDP-3A എന്നീ ക്ലാസുകളുമായി ബന്ധമുണ്ട്. WDP-1 കാഴ്ചയിൽ ഇതിനോട് സാമ്യമുള്ളതാണെങ്കിലും അതിന്റെ ചക്രക്രമീകരണം ബോബോ ആണ്. WDP-2ന്റെ കോക്കോയുമായി താരതമ്യം ചെയ്യുമ്പോൾ WDP-3A എന്നത് DP-2ന്റെ പുതിയൊരു പതിപ്പാണ്.